അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ചെറിയ അടയാളങ്ങളെ അലാമത്തു സൂറ എന്നും വലിയ അടയാളങ്ങളെ അലാമത്തുൽ കുബറ എന്നും രണ്ടായി തിരിക്കാം. ഈ അടയാളങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. ചെറിയ അടയാളങ്ങൾ, അതായത് അലാമത്തു സൂറ. ഈ അടയാളങ്ങളിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അതിനുശേഷമോ സംഭവിച്ചു കഴിഞ്ഞതോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി സംഭവിക്കാനിരിക്കുന്നതോ ആകാം. ഇവയിൽ ചിലത് കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ അന്ത്യനാളിൻ്റെ ഒരു പ്രധാന അടയാളമായി എണ്ണപ്പെടുന്നു. അവിടുന്ന് തൻ്റെ ചൂണ്ടുവിരലിലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഞാനും അന്ത്യനാളും ഈ രണ്ട് വിരലുകൾ പോലെയാണ്. ഇത് അന്ത്യനാൾ എത്രത്തോളം അടുത്താണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കുക. ഈ ഹദീസ് പണ്ഡിതന്മാർ പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ പ്രബലമായൊരു അഭിപ്രായം, മക്കൾ മാതാപിതാക്കളോട് യജമാനത്തികളോട് അടിമകൾ പെരുമാറുന്നത് പോലെ പെരുമാറുകയും അവരെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്നതാണ്. ഇത് മാതാപിതാക്കളോടുള്ള ആദരവ് കുറയുന്നതിനെ സൂചിപ്പിക്കുന്നു. വ്യഭിചാരം വ്യാപിക്കൽ. സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിക്കുകയും അത് സാധാരണമായി മാറുകയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. ആളുകൾക്ക് അതിനോടുള്ള മനോഭാവത്തിൽ മാറ്റം വരും. മദ്യപാനത്തിൻ്റെ വ്യാപനം. മദ്യപാനം സമൂഹത്തിൽ സർവ്വസാധാരണമാവുകയും വ്യാപകമാവുകയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ എണ്ണപ്പെടുന്നു. ആളുകളത് നിഷിദ്ധമായി കാണാതെ ഉപയോഗിക്കും. സംഗീതോപകരണങ്ങളെ അനുവദനീയമാക്കൽ. സംഗീതോപകരണങ്ങൾ വ്യാപകമാവുകയും അവയെ അനുവദനീയമായ കണക്കാക്കുകയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. സംഗീതോപകരണങ്ങളെ അനുവദനീയമാക്കൽ. സംഗീതോപകരണങ്ങൾ വ്യാപകമാവുകയും അവയെ അനുവദനീയമായി കണക്കാക്കുകയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, പലിശയുടെ വ്യാപനം. പലിശ വ്യാപകമാവുകയും ആളുകളത് സാധാരണയായി കണക്കാക്കുകയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെടുന്നു. പലരും അത് ഹലാലായി കാണാൻ ശ്രമിക്കും. സ്ത്രീകളുടെ എണ്ണപ്പെരുപ്പം. സമൂഹത്തിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുന്നത് ഒരു അടയാളമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു പുരുഷന് 50 സ്ത്രീകളെ സംരക്ഷിക്കേണ്ടി വരും എന്നുവരെ ഹദീസുകളിൽ കാണാം. അധികരിച്ചുള്ള ഭൂകമ്പങ്ങൾ. ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. കാലത്തിൻ്റെ അടുപ്പം. കാലത്തിന് വേഗത കൂടുന്നതായി അനുഭവപ്പെടുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. ഒരു വർഷം ഒരു മാസമായും ഒരു മാസം ഒരാഴ്ചയായും ഒരാഴ്ച ഒരു ദിവസമായും ഒരു ദിവസം ഒരു മണിക്കൂറായും തോന്നും. അറിവ് നീക്കപ്പെടുക. വിവരക്കേട് വ്യാപിക്കുക. യഥാർത്ഥ മതപരമായ അറിവുകൾ ഇല്ലാതാവുകയും വിവരക്കേട് സമൂഹത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. പണ്ഡിതന്മാർ മരണപ്പെടുകയും വിവരമില്ലാത്ത ആളുകൾ മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും ചെയ്യും. കൊലപാതകങ്ങൾ വർദ്ധിക്കുക. കൊലപാതകങ്ങൾ വർദ്ധിക്കുകയും എന്തിനാണ് ആളുകൾ പരസ്പരം കൊല്ലുന്നതെന്ന് അറിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെടുന്നു. സത്യസന്ധത കുറയുക. വഞ്ചന കൂടുക. സത്യസന്ധത ഇല്ലാതാവുകയും വഞ്ചനയും ചതിയും വർദ്ധിക്കുകയും ചെയ്യും. ചന്തകൾ അടുക്കുക. ചന്തകൾ അടുത്തടുത്ത് വരികയും വ്യാപാരം വർദ്ധിക്കുകയും ചെയ്യും. വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ആളുകൾ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. മഴ കുറയുക. ഫിത്നകൾ വർദ്ധിക്കുക. മഴ കുറയുകയും ഫിത്നകളും കുഴപ്പങ്ങളും വർദ്ധിക്കുകയും ചെയ്യും. വലിയ അടയാളങ്ങൾ അലാമത്തുൽ കുബ്ര. ഇനി നമുക്ക് അലാമത്തുൽ കുബ്രയെക്കുറിച്ച് നോക്കാം. വലിയ അടയാളങ്ങൾ മുഴുവനും ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. ഇവയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. വലിയ അടയാളങ്ങൾ അന്ത്യനാളിനോട് ഏറ്റവും അടുത്താണ് സംഭവിക്കുക. ഇവ ഒന്നിനു പുറകെ ഒന്നായി വളരെ വേഗത്തിൽ സംഭവിക്കും. ഒരു നൂലിൽ കോർക്കപ്പെട്ട മുത്തുമണികൾ പോലെയാണ് ഇവയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നൂൽ മുറിക്കപ്പെട്ടാൽ മുത്തുകൾ ഒന്നിനു പുറകെ ഒന്നായി വീഴുന്നത് പോലെ. വലിയ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അത് അറിയാനും മനസ്സിലാക്കാനും സാധിക്കും വിധം പ്രത്യക്ഷവും പ്രകടവുമായിരിക്കും. പ്രധാനപ്പെട്ട വലിയ അടയാളങ്ങൾ താഴെ പറയുന്നവയാണ്. ഇമാം മഹ്ദിയുടെ വരവ്.
ലോകം അന്യായങ്ങളിലും അനീതിയിലും നിറഞ്ഞതാകുമ്പോൾ നീതിയും ന്യായവും സ്ഥാപിച്ചുകൊണ്ട് ഇമാം മഹ്ദി കടന്നുവരും. അദ്ദേഹം പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും. ദജ്ജാലിന്റെ വരവ്. മനുഷ്യരെ വഴിതെറ്റിക്കാൻ വരുന്ന ദജ്ജാലിന്റെ ആഗമനം അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാണ്. അവൻ വലിയ ഫിത്നകൾ സൃഷ്ടിക്കുകയും പല അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇറക്കം. ദജ്ജാലിനെ വധിക്കാനും നീതി പുനഃസ്ഥാപിക്കാനുമായി ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. അദ്ദേഹം കുരിശ് തകർക്കുകയും പന്നിയെ കൊല്ലുകയും ജിസ്യ നിർത്തലാക്കുകയും ചെയ്യും. യഅ്ജൂജ് മഅ്ജൂജ് വിഭാഗങ്ങളുടെ പുനരാഗമനം. യഅ്ജൂജ് മഅ്ജൂജ് വിഭാഗങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത് വലിയ അടയാളങ്ങളിൽ പെടുന്നു. അവർ ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തും. ദാബത്തുൽ അർള് എന്നൊരു ജീവി. ഭൂമിയിൽ നിന്ന് ഒരു ജീവി പുറത്തു വരുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. അത് ആളുകളോട് സംസാരിക്കുകയും സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും അടയാളപ്പെടുത്തുകയും ചെയ്യും. ദുഹാന്, ഒരു തരം പുക. ആകാശത്ത് ഒരു തരം പുക പ്രത്യക്ഷപ്പെടുന്നത് വലിയ അടയാളങ്ങളിലൊന്നാണ്. ഇത് സത്യവിശ്വാസികൾക്ക് ചെറിയ ജലദോഷം പോലെയും അവിശ്വാസികൾക്ക് കഠിനമായ വേദനയും നൽകും. ഭൂമിയിലേക്ക് ആഴ്ത്തൽ. 3 വലിയ ഭൂമി ആഴ്ത്തലുകൾ സംഭവിക്കും. ഒന്ന് കിഴക്കൻ ഭാഗത്തും ഒന്ന് പടിഞ്ഞാറൻ ഭാഗത്തും ഒന്ന് അറബ് ഉപദ്വീപിലും. ഇത് വലിയ അടയാളങ്ങളിൽ പെടുന്നു. സൂര്യൻ പടിഞ്ഞാറു നിന്ന് ഉദിക്കൽ. സൂര്യൻ പടിഞ്ഞാറു നിന്ന് ഉദിക്കുന്നത് അന്ത്യനാളിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ വാതിൽ അടക്കപ്പെടും. ആർക്കും പിന്നെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. യമനിൽ നിന്നുള്ള തീ. ജനങ്ങളെ മഹ്ശറിലേക്ക് തെളിയിക്കുന്ന ഒരു തീ യമനിൽ നിന്ന് പുറത്തു വരും. ഈ അടയാളങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിനെയും അന്ത്യനാളിൻ്റെ യാഥാർത്ഥ്യത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്ത്യനാളിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണെന്നും ഈ അടയാളങ്ങളിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.